ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ആട്ടപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൽ നിന്ന് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കി എടുക്കുകയാണ്. കൈ വെച്ചിട്ട് കുഴക്കാൻ പറ്റുമല്ലോ കേട്ടോ, കാരണം നല്ല ചൂടുള്ള വെള്ളമാണ്, തിളച്ച വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വീണ്ടും ഞാൻ കുറച്ചും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. 1 കപ്പ് ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ 1/2 കപ്പ് കൂടുതൽ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നല്ല പോലെ ഞാൻ ആദ്യം ഒന്ന് ബൗളിലിട്ട് കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ കൗണ്ടർ ടോപ്പിലിട്ട് നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഞാനൊരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. 10 മിനിറ്റിന് ശേഷമാണ് കേട്ടോ ഇതൊന്ന് പരത്തിയെടുക്കുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇതൊന്ന് പരത്തിയെടുക്കുന്നത്. അപ്പോഴേക്കും മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്ക് ഉരുളകളാക്കൂലേ, അതുപോലെ ഉരുളകളാക്കി എടുക്കുകയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വലിയ ഉരുളകളാണ് ആക്കിയിട്ടുള്ളത്. ഈ മാവ് വെച്ചിട്ട് ഞാൻ 4 ഇതുപോലത്തെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ എല്ലാതും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പരത്തിയെടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തൂല അതുപോലെ പരത്തിയെടുക്കാം കേട്ടോ ചെയ്യുന്നത്. ചപ്പാത്തിക്ക് നമ്മൾ പരത്തിയെടുക്കൂലേ അതുപോലെ തന്നെയാണ്, പക്ഷേ അത്ര കട്ടി കുറച്ചിട്ടല്ല കേട്ടോ, കുറച്ച് കട്ടിയിലാണ് കേട്ടോ അത് പരത്തിയെടുത്തിട്ടുള്ളത്. 1 കപ്പ് പൊടി കൊണ്ട് മാവ് കഴിച്ചിട്ട് ഞാൻ ആകെ 4 ഉരുളകളെ ആക്കിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലേ, വലിയ ഉരുളകളാക്കിയാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇതാ നല്ല കട്ടിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ പരത്തിയിട്ടുള്ളത്. അങ്ങനെ 4 ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഞാനിത് ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കല്ല, ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഞാനിതിൽ നിന്ന് 3 എണ്ണമാണ് കേട്ടോ എടുക്കുന്നുള്ളൂ. വേണമെങ്കിൽ ഒരെണ്ണം കൂടെ എടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ 4 എടുത്തതാണ്. പിന്നെ ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ചെറിയൊരു ക്യാപ്സിക്കം ഉണ്ടല്ലോ, അതിൻ്റെ ചെറിയൊരു കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓംപ്ലേറ്റിന് റെഡിയാക്കൂലേ അതുപോലെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാതും ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കോഴിമുട്ട ഉണ്ടല്ലോ, അതിൽ നിന്ന് ഞാനൊരു 3 എണ്ണം അതിലേക്ക് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഇനി അഥവാ അത് നമ്മൾ മിക്സ് ആക്കുന്ന ടൈമിൽ നല്ല പോലെ കട്ടിയാണെങ്കിൽ ഒരെണ്ണം കൂടെ പൊട്ടിച്ചൊഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ 4 എണ്ണം എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 എണ്ണം ഒഴിച്ചതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. 3 മുട്ട ചേർത്തപ്പോൾ തന്നെ നല്ല ലൂസായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പം ഞാൻ ഒരെണ്ണം എടുത്തിട്ടില്ല. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ഈ ചപ്പാത്തി ഉണ്ടല്ലോ, ഇത് ഒരെണ്ണം ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ലൂസായി കഴിഞ്ഞാൽ കുറേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒലിച്ച് പോകും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ 4 മുട്ട എടുക്കാഞ്ഞത്. എന്നിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതുപോലെ പരത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ചപ്പാത്തി ഇതുപോലെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഏകദേശം അല്ലാതെ ഞാൻ ഒരേ റൗണ്ടിലാണ് കേട്ടോ പരത്തിയെടുത്തിട്ടുള്ളത്. എന്നിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി അഥവാ ഏതെങ്കിലും ഒരു ഭാഗം പുറത്തേക്ക് കൂടുതലായിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് എല്ലാതും. അങ്ങനെന്താ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, നല്ല പോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഫില്ലിങ്സ് പുറത്തേക്കൊന്നും പോവില്ല കേട്ടോ. അങ്ങനെ ഇതാ ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ചെയ്തെടുക്കുകയാണ്. ഒരെണ്ണം ചെയ്തെടുത്തപ്പോൾ തന്നെ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല പോലെ ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ പരത്തി വെച്ചിട്ടില്ലേ അത് ഈ ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എടുക്കുന്ന ടൈമിൽ 2 കൈ വെച്ചിട്ട് കൊടുത്താൽ മതി, പൊട്ടിപ്പോകുന്നില്ല കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ എളുപ്പമാണ് കേട്ടോ, കറി ഉണ്ടാക്കാനോ ഒന്നിനും നിൽക്കണ്ട. ഇത് ഒരെണ്ണം മതി കേട്ടോ വയറ് ഫുള്ളാവാൻ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് ചുട്ടെടുക്കുന്ന ടൈമിലാണ് കേട്ടോ ഞാൻ മറ്റേത് ഫില്ലിങ്സൊക്കെ വെച്ചുകൊണ്ട് റെഡിയാക്കിയിട്ടുള്ളത്.
എല്ലാതും റെഡിയാക്കി വെച്ചിട്ട് ചുട്ടെടുക്കാൻ നിൽക്കണ്ട. ഒരെണ്ണം റെഡിയാക്കിയതിന് ശേഷം അത് ചുടുന്ന ടൈമിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഓംലേറ്റ് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ചപ്പാത്തിയാണ്. നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയാണ് കേട്ടോ. കാരണം നമ്മൾ ഗോതമ്പ് പൊടിയല്ല എടുത്തിട്ടുള്ളത്. ഇനി മുട്ടക്കറിയും ചപ്പാത്തിയും സെപ്പറേറ്റ് ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ട. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്തു നോക്കുക. അവർക്ക് എന്തായാലും ഇഷ്ടമാവും, വലിയവർക്കും ഇഷ്ടമാവും കേട്ടോ. അതുപോലെ തന്നെ വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളിയായിട്ടാണ്. അങ്ങനെ എന്താ അതിൻ്റെ 2 ഭാഗവും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഓംലേറ്റ് ഫില്ലിങ് വെച്ചിട്ടുള്ള അടിപൊളി ഒരു പറാത്തയാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്തെടുക്കണം. അങ്ങനെ എന്താ ഒരെണ്ണം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളതും കൂടെ അതുപോലെ ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ 2ഉം ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ ഫില്ലിങ്സ് ഉണ്ടാക്കിയില്ലേ, അതിൽ കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. രാവിലെ തന്നെ എന്ത് എളുപ്പമാണ്, കറിയൊന്നും ഉണ്ടാക്കി ബുദ്ധിമുട്ടണ്ട, ഈസിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ, നല്ല ഹെൽത്തിയാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓംലേറ്റ് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുള്ള ഈ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഓംലേറ്റ് പറാത്ത എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്